മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പത്തിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 268 എപ്പിസോഡിൽ എയ്സ്കുറസ് എന്ന അധ്യായത്തിൻ്റെ 3-ാം ഭാഗമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഈ ഭാഗത്ത് വളരെ ശ്രദ്ധേയമായ ചില അറിവുകൾ, ചില ഔഷധങ്ങളുടെ, എയ്സ്കുറസ് മാത്രമല്ല മറ്റു ചില ഔഷധങ്ങളുടെയും പ്രവർത്തനത്തിലേക്കുള്ള ചില ഉൾക്കാഴ്ചകൾ, വിശേഷിച്ചും ചൂടും തണുപ്പുമായിട്ടുള്ള പ്രതിപ്രവർത്തനം, മനുഷ്യ ശരീരത്തിൻ്റെ റിയാക്ഷൻ, ഒരു ഔഷധത്തിൻ്റെ റിയാക്ഷൻ, അത്തരം കാര്യങ്ങൾ, ചില ഉൾക്കാഴ്ചകൾ, നിരവധി കമ്പാരിസൺസ്, പൾസാറ്റില, ഫെറം, ഫോസ്ഫറസ്, ആഴ്സനിക്കം, സീക്കയിൽ, അങ്ങനെ നിരവധി ഔഷധങ്ങളുമായിട്ടുള്ള കമ്പാരിസൺസ്, ഇവയെല്ലാം കൊണ്ട് വളരെ സമ്പന്നമാണ് ഈ ഭാഗം. നമുക്കതിൻ്റെ വിശദാംശങ്ങളൊക്കെ പരിശോധിക്കാം. മെഡിസിൻസ് ഹാവിംഗ് മച്ച് ട്രബിൾ വിത്ത് ദ വെയിൻസ് ആർ ഓഫൺ ഡിസ്റ്റർബ്ഡ് ബൈ ഹോട്ട് ബാത്തിങ്, വീക്ക്നെസ് ആഫ്റ്റർ എ ഹോട്ട് ബാത്ത്, വീക്ക്നെസ് ഇൻ വാം വെതർ, aversion to heat and desire for cold. ചൂടുകൊണ്ടുള്ള പ്രശ്നം, തണുപ്പിനോടുള്ള ആഗ്രഹം, ചൂട് കുളി കൊണ്ടുള്ള പ്രശ്നം, അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അതിൻ്റെ ഒരു ശരീരശാസ്ത്രം, ഒരുപക്ഷെ നിങ്ങളത് പഠിച്ചു കാണും. പക്ഷേ എനിക്ക് ഈ പ്രശ്നം, ചൂടുകൊണ്ടുള്ള പ്രശ്നമുണ്ട്. ഞാൻ പലരോടത് ചോദിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് തൃപ്തികരമായൊരു ഉത്തരം ഹോമിയോപ്പതി എന്നല്ല, അലോപ്പതി, ആയുർവേദം, ഇതേപോലെ മെഡിക്കൽ കോളേജുകളിൽ പഠിച്ചവരിൽ നിന്നും ഒരു തൃപ്തികരമായും എനിക്ക് ഉത്തരം കിട്ടിയില്ല. ഉത്തരം പിന്നീട് കിട്ടിയത് ഈ ഒരു പുസ്തകത്തിൽ നിന്നാണ്. ഈ ഒരു പുസ്തകത്തിൽ നിന്നും, ഈ ഒരു അധ്യായത്തിൽ നിന്നും പലയിടത്തും വരുന്നുണ്ടെങ്കിലും വളരെ വിശദമായിട്ട് എൻ്റെ പറയുന്നത് ഈ ഒരു ഭാഗത്താണ്. പിന്നീട് ബാബുചേട്ടനെ പരിചയപ്പെട്ടൊരു ബാബുചേട്ടൻ കുറേ കൂടി വ്യക്തമായിട്ട് പറഞ്ഞു. അതും അദ്ദേഹം വന്ന് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സമയമാണ്, DHMS പഠിക്കുന്ന സമയമാണ്. അദ്ദേഹം അത് പറഞ്ഞതും കെൻറ്റിൽ നിന്ന് കിട്ടിയ അറിവ് വെച്ചുകൊണ്ടാണ്. രക്തക്കുഴലുകൾ പ്രശ്നമുള്ളവർക്കാണ് ഈ ചൂട് കാലാവസ്ഥയും തണുപ്പ് കാലാവസ്ഥയുമായിട്ട് ഈ ഒരു പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാതെ ഉണ്ടാകാം, എങ്കിലും ഈ വെയിൻസിൽ പ്രശ്നമുള്ളവർക്ക് അത് ഉണ്ടാകും. ഇത് സ്റ്റേറ്റ് ഓഫ് പൾസാറ്റില കമ്പാരിസൺ വരുന്നു. പൾസാറ്റില നമുക്കറിയാം, തുറന്ന വായുവിൽ വളരെ സമാശ്വാസമാണ്, ചൂടിൽ പ്രയാസമാണ്. ദ പൾസാറ്റില വെയിൻസ് കോൺട്രാക്ട് ഇൻ കോൾഡ് വെതർ. തണുത്ത കാലാവസ്ഥയിൽ പൾസാറ്റിലയുടെ വെയിൻസ് ചുരുങ്ങുന്നു. ആൻഡ് ദ ഷ്രിവലിംഗ് ഓഫ് മേക്സ് ദ പേഷ്യൻറ്റ് ഫീൽ ബെറ്റർ. ഇങ്ങനെ ചുരുങ്ങൽ, കോൺട്രാക്റ്റും ഷ്രിവലിങ്ങും രണ്ടും ചുരുങ്ങൽ തന്നെ. ഷ്രിവലിംഗ് സാധാരണ പറയുന്നത് ഉണങ്ങി ചുരുങ്ങുന്നതിനാണ് ഇംഗ്ലീഷിലൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ പേഷ്യൻറ്റിന് ബെറ്റർ ഫീൽ ഉണ്ടാകുന്നു. ദ വെയിൻസ് ഫിൽ ആൻഡ് ബിക്കംസ് എൻഗോൾസ് ഇൻ ദ വാം എയർ ആൻഡ് ആഫ്റ്റർ എ ഹോട്ട് ബാത്ത്. അപ്പോൾ ചൂടായിട്ട് രക്തക്കൊഴലുകൾ നിറയുകയും വികസിക്കുകയും ചെയ്യാൻ നേരത്ത്, അല്ലെങ്കിൽ ചൂടുള്ള കുളി കൊണ്ടുവരാൻ നേരത്ത് ആൾക്ക് ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. എ ടെപ്പിഡ് ബാത്ത് സംടൈംസ് മേക്സ് എ പൾസാറ്റില പേഷ്യൻസ് ഫീൽ ബെറ്റർ, ബട്ട് എ ടർക്കിഷ് ബാത്ത് ഈസ് ജനറലി ഡിസ്ട്രസിങ്. ടെപ്പിഡ് ബാത്തും ടർക്കിഷ് ബാത്തും. ടെപ്പിഡ് ബാത്ത് എന്ന് വെച്ചാൽ സാധാരണ ലൂക്കോം വാട്ടർ, സാധാരണ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ വെള്ളം കൊണ്ട് കുളിച്ചാൽ പൾസാറ്റില പേഷ്യൻ്റിന് ഒരു സുഖം ഉണ്ടാവും. പക്ഷേ ടർക്കിഷ് ബാത്ത്, തുർക്കിക്കുളി എന്ന് പറയുന്നത് ശരിക്കും ആവി പറക്കുന്ന വെള്ളം, തിളക്കാറായ വെള്ളം കൊണ്ട് കുളിക്കുന്നതാണ് ഈ തുർക്കിക്കുളി. അത് തുർക്കിയിലൊരു പരമ്പരാഗത ചികിത്സാ രീതിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ ടർക്കിഷ് ബാത്ത്. യൂറോപ്പിൽ പല സ്ഥലങ്ങളിലും ചികിത്സയൊക്കെ അത് ഉപയോഗിച്ചിരുന്നു. മാനസിക പ്രശ്നങ്ങളുടെ ചികിത്സക്കൊക്കെ ഉപയോഗിച്ചിരുന്നു. ഞാനത് പണ്ട് റഷ്യൻ സാഹിത്യ കൃതികൾ വായിച്ചിരുന്നു എനിക്ക് അറിവ് കിട്ടിയത്. ചില മാനസിക പ്രയാസമുള്ളവരെയൊക്കെ കൊണ്ടുപോയി തുർക്കിക്കുളി കുളിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പൾസാറ്റിലെ പേഷ്യൻറ്റ് ചെറിയൊരു ചൂടുവെള്ളം കൊണ്ട് കുളിച്ചു കഴിഞ്ഞാൽ സുഖമുണ്ട്. പക്ഷേ നല്ല ചൂടുവെള്ളം കൊണ്ട് കുളിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഡിസ്ട്രസിങ്, അയാൾക്ക് വലിയ പ്രയാസം ഉണ്ടാകും. മെനി ഓഫ് ദ കംപ്ലൈൻറ്റ്സ് ഓഫ് എയ്സ്കുറസ് ആർ ഓഫ് ദിസ് സോർട്ട്. ഇത്തരത്തിലാണ് എയ്സ്കുറസിൻ്റെയും നിരവധി ലക്ഷണങ്ങൾ. എയ്സ്കുറസ് ഓഫൺ ഫീൽസ് ബെറ്റർ ഇൻ കോൾഡ് എയർ. പൾസാറ്റിലെ പോലെ തന്നെ തണുത്ത വായുവിൽ എയ്സ്കുറസിന് വളരെ ആശ്വാസമുണ്ട്. ദ സിംറ്റംസ് ഓഫ് എയ്സ്കുറസ് ആർ ഓഫൺ ബ്രോട്ട് ഔട്ട് ബൈ ടെമ്പറേച്ചർ. ചൂട് കൊണ്ടാണ് എയ്സ്കുറസിൻ്റെ ലക്ഷണങ്ങൾ പലപ്പോഴും പുറത്തു വരുന്നത്. എസ്പെഷ്യലി ദ ലിറ്റിൽ സ്റ്റിങ്ങിങ് പെയിൻസ്. കൊച്ചു വേദനകൾ, അത് കൂടുതലും ചൂട് വരുമ്പോഴാണ് പുറത്തു വരുന്നത്. ഇറ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് സൂപ്പർഫിഷ്യൽ പെയിൻസ് that they are nearly always ameliorated by heat. അപ്പോൾ
ടെമ്പറേച്ചറിലെ ഒരു വൈരുദ്ധ്യമാണ് കെന്നിയുടെ പറഞ്ഞു വരുന്നത്. ഈ തൊലിപ്പുറമേയുള്ള ഈ വേദനകൾ, ഇതുവരെ കുത്തുന്ന വേദനകൾ അല്ലെങ്കിൽ അത് മറ്റു തരത്തിലുള്ള തൊലിപ്പുള്ള വേദനകൾ മിക്കവാറും നിയർലി ഓൾവേസ് ചൂട് കൊണ്ട് ശമിക്കുന്നു. വൈൽ ദ ഡീപ്പർ അഫക്ഷൻസ് ആർ ഓഫൺ ടൈംസ് അമീൽഡ് ബൈ കോൾഡ്. പക്ഷെ അയാളുടെ ഡീപ്പർ അഫക്ഷൻസ്, അയാൾ ആഴത്തിൽ ബാധിക്കുന്ന കാര്യങ്ങൾ, ശരീരത്തിൻ്റെ ഉൾഭാഗം മാത്രമല്ല, അയാൾ ആഴത്തിൽ ബാധിക്കുന്ന കാര്യങ്ങൾ, അയാളുടെ മനസ്സായാലും, മനസ്സും ശാന്തമാകുന്നത്, സൗഖ്യമാകുന്നത്, സമാധാനപൂർണ്ണമാകുന്നത് കോൾഡ് എയറിലാണ്. പൾസാൽ നമുക്കറിയാം, കോൾഡ് എയറിൽ ജെന്റിൽ വാക്കിംഗ്, അവിടെ ഡീപ്പർ എന്നല്ല, ഡീപ്പർ ഓർഗൻസും ശരിയാവും. ഇപ്പോൾ ശ്വാസകോശം പോലുള്ള കാര്യങ്ങളുടെ കാര്യത്തിലും പൾസാറിൻ്റെ കാര്യത്തിൽ തണുപ്പ് സുഖകരമാണ്. Now in Pulsatilla, the stinging pains of the scalp and those over the body here and there are often ameliorated by the local application of heat. പൾസാറ്റിലും ഈ തൊലിപ്പുറമേയുള്ള സൂപ്പർഫ്ലൂസ് ആയിട്ടുള്ള അവിടെ ഇവിടെയൊക്കെ വരുന്ന വേദനകൾ, തലയിലെ വേദനകൾ, അതൊക്കെ ചൂട് പിടിക്കാൻ നേരത്ത് അതിന് ശമനമുണ്ട്. While the patient himself wants to be in the cold. Patient as a general, ജനറൽസും പർട്ടിക്കുലേഴ്സും കൃത്യമായിട്ട് വേർതിരിച്ച് മനസ്സിലാക്കണം. ജനറലി ഇപ്പോൾ ഞാൻ, എനിക്ക് എന്നൊക്കെ പറയുന്നത്, എനിക്ക് സുഖം തണുപ്പ് കൊണ്ടാണ്, അങ്ങനെ പറയുമ്പോൾ അതൊരു ജനറൽ കണ്ടീഷനാണ്. എൻ്റെ തലയിലെ, എൻ്റെ എന്ന് പറയാൻ നേരത്ത്, മൈ എന്ന് പറയാൻ നേരത്ത് അതൊരു ലോക്കലൈസ്ഡായി അതൊരു പർട്ടിക്കുലർ സിംറ്റമായിട്ട് മാറും. ഇൻ ദ സെയിം വേ എക്സ്ക്രസ് സ്റ്റിങ്ങിങ് പെയിൻസ് ആർ ബെറ്റർ ഫ്രം ഹീറ്റ് വൈൽ ദ പേഷ്യൻ്റ് ഈസ് ഓഫൺ ബെറ്റർ ഫ്രം കോൾഡ്. ആ കാര്യത്തിൽ പൾസാറ്റിലെയും എയ്സ്ക്രസും ഏതാണ്ട് സമാനമാണ്. കൊച്ചു കൊച്ചു കുത്തുന്ന വേദനകൾ ലോക്കൽ ഹീറ്റ് കൊടുക്കാൻ നേരത്ത് ശമിക്കും. പക്ഷേ പേഷ്യൻ്റ് പൊതുവെ സൗഖ്യമാകുന്നത് തണുത്ത കാലാവസ്ഥയിലാണ്. ഓൾദോ അറ്റ് ടൈംസ്, ഇനി ചില സമയങ്ങളിൽ എന്താണ്, ഹീസ് അഗ്രവേറ്റഡ് ഫ്രം കോൾഡ് ഡാം വെതർ ഇൻ റൊമാറ്റിക് ആൻഡ് വീനസ് കണ്ടീഷൻസ്. ചില കണ്ടീഷൻസിൽ, റൊമാറ്റിക് ആൻഡ് വീനസ് കണ്ടീഷൻസിൽ, വാദസംബന്ധവും രക്തക്കുഴലുമായിട്ട് ബന്ധപ്പെട്ടുമായ പ്രശ്നങ്ങളിൽ തണുപ്പ് കൊണ്ട് അയാളുടെ പ്രശ്നങ്ങൾ വർദ്ധിക്കും. എഗെയിൻ ഇൻ CKയിൽ we see that the little sharp pains that follow the course of the nerves are better from heat. CKയിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നാഡികളുടെ, നെർവ്സിൻ്റെ ആ വഴിയിൽ ഉണ്ടാകുന്ന വളരെ മൂർച്ചയേറിയ കൊച്ചു കൊച്ചു വേദനകൾ, അത് ചൂടുകൊണ്ട് അത് ശമിക്കും. ബട്ട് ദ പേഷ്യൻ്റ് ഹിംസെൽഫ് വാണ്ട്സ് ടു ബി ഇൻ കോൾഡ് എയർ. ജനറൽ കണ്ടീഷനിൽ പൾസാറ്റിലെയും എയ്സ്ക്രസും പോലെ തന്നെ തണുപ്പാണ് CKയിലും നല്ലത്. ഓർ ടു ബി അൺകവേർഡ്, അല്ലെങ്കിൽ അൺകവർ ചെയ്യുക. എക്സെപ്റ്റ് ദ സ്പോട്ട് ഓഫ് പെയിൻ, വേദന ഉണ്ടാകുന്ന ആ സ്പോട്ട്, അവിടെ ശമനം കിട്ടണമെങ്കിൽ, ആ ലോക്കൽ പെയിന്, ലോക്കൽ പ്രോബ്ലത്തിന് ശമനം കിട്ടണമെങ്കിൽ ഹോട്ട് ആപ്ലിക്കേഷൻ വേണം. ബാക്കി കാര്യങ്ങളിൽ ജനറലി തണുപ്പ് കൊണ്ടാണ് സൗഖ്യം. which he wants to keep warm. We notice the same thing running through camphor. In camphor, ഇതേ അവസ്ഥ തന്നെ camphor-ലുള്ളത്. During the twinges of pain, he wants the windows closed and wants hot applications. പെട്ടെന്നുണ്ടാകുന്ന മൂർച്ചയേറിയ വേദനകൾ, twinges of pain, അവിടെ ജനലുകൾ അടക്കണം, ചൂട് പിടിക്കണം, ലോക്കൽ ചൂട് ആപ്ലിക്കേഷൻ വേണം. But as soon as the pain is over, he wants the windows up and desires to be uncovered so that he can breathe. ഈ വേദന ചൂട് പിടിച്ച് മാറിക്കഴിഞ്ഞാൽ, ജനലൊക്കെ അടച്ച് ചൂട് പിടിച്ച് മാറിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ജനൽ തുറക്കണം, ചൂട് മാറണം. അയാൾക്ക് സ്വതന്ത്രമായിട്ട് സുഖമായിട്ട് ശ്വസിക്കണമെങ്കിൽ അയാൾക്ക് തണുത്ത വായു വേണം. ക്യാംഫറിലും അങ്ങനെ തന്നെ. ദീസ് ആർ ജനറൽ തിങ്സ്. ഇതൊക്കെ പൊതുവായിട്ടുള്ള അവസ്ഥകളാണ്. തിങ്സ് ദാറ്റ് ആർ ടു ബി ഒബ്സർവ്ഡ് ഇൻ അനലൈസിങ് സിംറ്റംസ്. ഉണ്ടോ? ഇത് ജനറൽ തിങ്സ് ആണ്. ഇത് പൊതുവായ ജനറാലിറ്റിയിൽപ്പെട്ടതാണ്. അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ആർ ടു ബി ഒബ്സർവ്ഡ് ഇൻ അനലൈസിങ് സിംറ്റംസ്. ലക്ഷണങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നതാണ്. കേസ് ടേക്കിംഗ് എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട പാഠങ്ങൾ കെൻഡ് പലപ്പോഴും സാന്ദർഭികമായിട്ട് തരുന്നുണ്ട്. ഇപ്പോൾ ഒരു വാക്ക് കെൻഡ് പ്രയോഗിക്കും, അനലൈസിങ് സിംറ്റംസ്. ലക്ഷണങ്ങൾ നിങ്ങൾ വിശകലനം ചെയ്യണം. മറ്റൊരു കാര്യം ഞാൻ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കെൻഡിൻ്റെ ലെസർ റൈറ്റിങ്സിൽ പറഞ്ഞൊരു കാര്യം, ലക്ഷണങ്ങളെ ജഡ്ജ് ചെയ്യണം. മേക്ക് ജഡ്ജ്മെൻറ്റ് ഓൺ സിംറ്റംസ് എന്ന് കെൻഡോടെ പറയുന്നുണ്ട്. അത് ആർട്ടിസ്റ്റിക് പ്രിസ്ക്രൈബിങ്ങിനെ കുറിച്ച് പറയുമ്പോഴാണ്. ആർട്ടിസ്റ്റിക് പ്രിസ്ക്രിപ്ഷൻ, കൺവെൻഷണൽ പ്രിസ്ക്രിപ്ഷനും ആർട്ടിസ്റ്റിക് പ്രിസ്ക്രിപ്ഷനും കലാപരമായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുക.
അതെങ്ങനെയെന്ന് പറയുമ്പോഴാണ് പിന്നെ പറയുന്നത് ലെറ്റ് ജഡ്ജ്മെന്റ് ബി ഡൺ ഓൺ സിംറ്റംസ്. ലക്ഷണങ്ങൾ നിങ്ങൾ വിധി പറയുക. ഇവിടെയൊക്കെ എന്നെ മറ്റു വാക്കിയിരിക്കുന്നു ഇൻ അനലൈസിങ് സിംറ്റംസ്, ലക്ഷണങ്ങളെ വിശകലനം ചെയ്യുക. അപ്പോൾ വെറുതെ ലക്ഷണങ്ങൾ എടുത്ത് വെച്ച് എഴുതി അത് വെച്ച് എഴുതി യാന്ത്രികമായിട്ട് ഇത് റെപ്പർട്ടറൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ കറക്റ്റ് സിമിലമത്തിലേക്ക് എത്തുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ലക്ഷണങ്ങളെ വിശകലനം ചെയ്യണം. അത് ജനറലാണോ, പർട്ടിക്കുലറാണോ, പെക്യുലറാണോ, കോമൺ ആണോ എന്നൊക്കെ നോക്കണം. അപ്പം എങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ജഡ്ജ് ചെയ്യേണ്ടത്? ഒരു ജഡ്ജ്മെൻറ്റ് ശരിയായ ഒരു ജഡ്ജ് വിധി കൽപ്പിക്കണമെങ്കിൽ അയാൾ നിയമം വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. നിയമം പഠിക്കണം. നിയമം ആരിൽ പ്രയോഗിക്കുന്നോ, മനുഷ്യനിൽ പ്രയോഗിക്കുന്നു, മനുഷ്യൻ്റെ കുറ്റകൃത്യങ്ങൾ പ്രയോഗിക്കുന്നു, മനുഷ്യനെക്കുറിച്ച്, അവൻ്റെ മനഃശാസ്ത്രത്തെക്കുറിച്ച്, സാമൂഹിക യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച്, രാഷ്ട്രീയ സ്ഥിതികളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. വെറുതെ നിയമം പഠിച്ചുകൊണ്ടും ആയില്ല, വിധി പറയുന്നത് തെറ്റിപ്പോകും. അപ്പം അതുപോലെ ലക്ഷണങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ, ലക്ഷണങ്ങളെ വിധിക്കുമ്പോൾ ഹോമിയോപാത്ത് പ്രിസ്ക്രൈബർ അയാൾ ആ രോഗിയെക്കുറിച്ച്, ആ രോഗിയുടെ അവസ്ഥയെക്കുറിച്ച്, രോഗത്തിൽ എന്താണ് ക്യൂറബിൾ എന്നതിനെക്കുറിച്ച് ഹോമിയോപ്പതി എന്ത് പഠിപ്പിക്കുന്നു? രോഗത്തിൽ ക്യൂറബിളായിട്ടുള്ളത് സിംറ്റംസാണ്. സിംറ്റംസിൽ ഏതിനാണ് പ്രാധാന്യം? നമ്മൾ നേരത്തെ കണ്ടു ജനറൽസ് തന്നെയുള്ള ഗ്രഡേഷൻസ്. അപ്പം അത്തരം അറിവുകളുടെ, പിന്നെ നിങ്ങളെപ്പോലുള്ളവർക്ക് അക്കാഡമിക് പഠനങ്ങളിൽ നിന്ന് കിട്ടുന്ന രോഗവിജ്ഞാനീയം, ശരീരശാസ്ത്രം, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ വെച്ചുകൊണ്ട്, അറിവുകളുടെ വെളിച്ചത്തിൽ വേണം ലക്ഷണങ്ങളെ വിധി പറയാൻ, ലക്ഷണങ്ങളെ വിശകലനം ചെയ്യാൻ. ടു ജഡ്ജ് ദ സിംറ്റംസ്, ടു അനലൈസ് ദ സിംറ്റംസ്, അതൊരിക്കലും മറക്കാൻ പാടില്ല. യെസ്റസ് ദെൻ ഈസ് എ വീനസ് റെമഡി എൻഗോജ്ഡ് ആൻഡ് ഫുൾ സംടൈംസ് ടു ബേസ്റ്റിംഗ്. പൊട്ടിപ്പോകുമോ, രക്തക്കുഴൽ വീർത്ത് പൊട്ടിപ്പോകുമോ എന്ന് തോന്നുമാറ് അത് വികസിക്കുന്നു, അത് എൻഗോർഡ് ആവുന്നു, വീർത്ത് കെട്ടുന്നു. അതാണ് യെസ്റസിൻ്റെ അവസ്ഥ. നൗ ദർ ഇസ് അനദർ ഫീച്ചർ ഐ വാണ്ട് ടു ബ്രിങ് ഔട്ട്. യു വിൽ നോട്ടീസ് വേർ കൺജഷൻ ടേക്ക് പ്ലേസ് ദാറ്റ് ഈസ് പർപ്പിൾ ഓർ ബ്ലൂ ഇൻ കളർ. ഈ ചോര എവിടെ കെട്ടിക്കിടക്കുന്നുവോ അവിടെ ഒരു വയലറ്റ് നിറം അല്ല നീല നിറം, അത് കടുത്തു കഴിഞ്ഞാൽ അതൊരു ഡാർക്കുമായി തോന്നും. അത് സ്കിന്നിൻ്റെ കളർ കൂടി ചേർന്നിട്ട് വരും. ചിലപ്പോൾ ഡാർക്കായിട്ട് തോന്നും. കൂടുതൽ ഫെയർ കോംപ്ലക്ഷൻ ഉള്ളവർക്ക് നീലിച്ചോ അല്ലെങ്കിൽ വയലറ്റ് നിറത്തിലോ കാണും. അപ്പോൾ എവിടെ കഞ്ചഷൻ ഉണ്ട്, എവിടെ കെട്ടിക്കിടക്കുന്നുണ്ട്, അവിടെ വയലറ്റ് നിറമോ നീല നിറമോ ഉണ്ടാവും. ദിസ് റെമഡി പ്രൊഡ്യൂസസ് ഇൻഫ്ലമേഷൻ ഓഫ് ദ ത്രോട്ട്. തൊണ്ടയിൽ ഇത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നുണ്ട്. ദ ക്യാരക്ടറിസ്റ്റിക്സ് ബീയിങ് ദാറ്റ്. അപ്പോൾ ഈ തൊണ്ടയിൽ എക്സ്ക്രോസ് ഉണ്ടാക്കുന്ന വീക്കത്തിൻ്റെ തനത് സ്വഭാവം എന്താണ്? ഇറ്റ് ഈസ് വെരി ഡാർക്ക്. തൊണ്ട വല്ലാതെ ഇരുണ്ട നിറമായി തീരുന്നു. അതാണ് അതിൻ്റെ സ്വഭാവം. കാരണം കഞ്ചഷൻ ഉണ്ടായി. ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു പ്രൊഡ്യൂസ് വെരിക്കോസ് വെയിൻസ് ആൻഡ് അൾസറേഷൻ. അപ്പോൾ വെരിക്കോസ് വെയിൻ അവിടെ കഞ്ചഷനാണ്. ആൻഡ് റൗണ്ട് അബൌട്ട് ദീസ് വി ഹാവ് മാർക്ഡ് ഡസ്കിനെസ്. ഉണ്ടോ? അപ്പോൾ വെരിക്കോസ് വെയിനിൽ തടിച്ച് വീർത്ത് നിൽക്കുന്ന രക്തക്കൊഴികൾക്ക് ചുറ്റും ഡസ്കിനെസ്, ഇരുണ്ട വീർത്ത ഇങ്ങനെ ചുക്കിച്ചുളിഞ്ഞ അവസ്ഥ, വെരിക്കോസ് വെയിനിൽ നമുക്ക് കാണുന്ന അവസ്ഥ. അവിടെ ഇരുണ്ടിരിക്കുന്നു, വീർത്തിരിക്കുന്നു, ചുക്കിച്ചുളിഞ്ഞിങ്ങനെ വളഞ്ഞു കിടക്കുന്നു. അതാണ് ഡസ്കിനെസ്. കണ്ടു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധേയമായ തരത്തിൽ ഡസ്കിനെസ്, വെറുതെ ഡസ്കിനെസ് അല്ല, ശ്രദ്ധേയത കണ്ടു കഴിഞ്ഞാൽ യെസ്റസിനെ കുറിച്ചും നമുക്ക് ചിന്തിക്കാം. യെസ്റസ് ക്യൂയേഴ്സ് വെരിക്കോസ് ലഗ് അൾസേഴ്സ് വിത്ത് എ പർപ്പിഷ് ഏരിയോള. ചുറ്റും ഇരുണ്ട വൃത്തങ്ങൾ പോലെ വരുന്നു. ഈ തടിച്ചു ചേർത്ത ഈ രക്തക്കൊള്ളുകളുടെ അവിടെ ഇരുണ്ട നിറത്തിൽ വൃത്തങ്ങൾ പോലെ വരുന്നു. When we study the hemorrhoidal state, we see that tumor is purple, looking almost as if it would slow. അതായത് ഒരു മുഴ, ഒരു ട്യൂമർ വന്നിട്ട് അത് വിങ്ങി അത് വയലറ്റ് നിറമായിട്ട് പൊട്ടി അടർന്നു പോകുമോ എന്ന് തോന്നുന്ന തരത്തിൽ വീർത്തിരിക്കുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ യെസ്റസിനെ കുറിച്ച് കാര്യമായിട്ട് ചിന്തിക്കാം. ദ റെമഡി ഈസ് നോട്ട് ആക്റ്റീവ് ഇൻ ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റ്. അത് വെറുതെ വിങ്ങിരിക്കുന്ന ഒരു കണ്ടീഷനിൽ ഇതല്ല, യെസ്റസ് അല്ല ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് സ്ലഗിഷ് ആൻഡ് പാസീവ്. അത് സ്ലഗിഷ് ആണ്,
പാസീവാണ്, വളരെ സാവകാശം നടക്കുന്ന കാര്യങ്ങളാണ്. സർട്ടൺ റെമഡീസ് പ്രൊഡ്യൂസ് എ സ്ലൈറ്റ് ഇൻഫ്ലമേഷൻ വിത്ത് എ ഹൈ ഡിഗ്രി ഓഫ് റെഡ്നെസ്. ചെറിയൊരു ഇൻഫ്ലമേഷനും പക്ഷേ വല്ലാത്ത ചുവന്ന നിറം. ചില മരുന്നുകൾ അങ്ങനെ. എവറിത്തിങ് ഈസ് വയലന്റ് ആൻഡ് റാപ്പിഡ്. കാര്യങ്ങൾ വളരെ പെട്ടെന്ന് വയലൻ്റായിട്ട് നടക്കും, നമ്മൾ ബെൽറോണയൊക്കെ കാണുന്ന പോലെ. ബട്ട് ഇൻ ദിസ് മെഡിസിൻ തിങ്സ് ആർ സ്ലോ. ഈസ്കസ് അങ്ങനെയല്ല, വളരെ സാവകാശമാണ് കാര്യങ്ങൾ. ദ ആക്ടിവിറ്റീസ് ആർ റെഡ്യൂസ്ഡ്. പ്രവർത്തനങ്ങൾ പൊതുവെ ശാന്തമായി തണുത്തു, പതുക്കെയായി. ദ ഹാർട്ട് ഈസ് ലേബറിംഗ് ആൻഡ് ദ വെയിൻസ് ആർ കൺജസ്റ്റഡ്. അങ്ങനെ വരാൻ നേരത്ത് ഹൃദയം വല്ലാതെ അധ്വാനിക്കുന്നു. ഹൃദയത്തിന് രക്തത്തെ വേണ്ട രീതിയിൽ ചംക്രമണം ചെയ്യിക്കാനുള്ള ശേഷിയില്ലാതാകുന്നു. അപ്പോൾ രക്തം കെട്ടിക്കിടക്കുന്നു. ഇതാണ് അതിൻ്റെ ഒരു ശരീരശാസ്ത്രം. ഇനി കൊട്ടേഷനിലാണ്, വയറുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങളാണ്. ഇറക്ടേഷൻസ് സോർ ഗ്രീസി ബിറ്റർ ഡിസയർ ടു വൊമിറ്റ്. അപ്പോൾ പുളിച്ചുകയറി വരുന്നു, അത് ചവർപ്പുണ്ട്, ഗ്രീസ് പോലെ കയ്പ്, ഛർദ്ദിക്കാൻ തോന്നുന്നു. വീണ്ടും കൊട്ടേഷൻ. ഹെർട്ട് ബേൺ ആൻഡ് ഗൾപ്പിംഗ് അപ്പ് ഓഫ് ഫുഡ് ആഫ്റ്റർ ഈറ്റിംഗ്. ആഹാരം കഴിച്ചു കഴിയുമ്പോഴേക്കും നെഞ്ചരിച്ചിൽ, ആഹാരം ഇങ്ങനെ മേലേക്ക് തികട്ടി വരുന്നു. ഇറ്റ്സ് എ ഗ്രേറ്റ് ഡിസ്റ്റർബൻസ് ഓഫ് ഡൈജഷൻ. എസ്ക്ലസിൽ ദഹനപ്രക്രിയ വല്ലാതെ അലങ്കോലമായി കിടക്കുന്നത്. ഇറ്റാലിക്സ് ആൻഡ് ഡിസ്റ്റർബൻസ് ഓഫ് ഡൈജഷൻ. ആൻഡ് വി ക്യാൻ സീ ബൈ ദീസ് സിംറ്റംസ് ദാറ്റ് വി മസ്റ്റ് ക്ലാസ് ഇറ്റ് വിത്ത് ഫോസ്ഫറസ് ആൻഡ് ഫെറം. അപ്പോൾ ഈ ലക്ഷണങ്ങൾ നോക്കുമ്പോൾ എസ്ക്ലസിൻ്റെ വയറുമായിട്ട് ബന്ധപ്പെട്ട് ഈ ദഹനമായ അലങ്കോലാവസ്ഥ നോക്കുമ്പോൾ ഫെറവും ഫോസ്ഫറസും കൂടെ വരും. ഫോസ്ഫറസ് നമ്മൾ നേരത്തെ കണ്ടതാണ്. As soon as the patient has swallowed the food or has a little while after, it becomes sore and irritates until after a while he has emptied the stomach and its contents. അപ്പോൾ ആഹാരം കഴിച്ച് ഉടനെ തന്നെ, വളരെ വേഗം തന്നെ, അല്ലെങ്കിൽ അല്പം കഴിഞ്ഞിട്ട്, രണ്ട് വിധത്തിലാകാം, വളരെ വേഗമാകാം, അല്പം കഴിഞ്ഞിട്ട് ആകാം, ഈ വയറ്റിൽ കിടന്ന് പുളിക്കുന്നു, അത് തികട്ടി വരുന്നു. കുറച്ച് കഴിയുമ്പോഴേക്കും എല്ലാം ഛർദ്ദിച്ചു പോകും. സച്ച് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ഫോസ്ഫറസ്, ഫെറം, ആഴ്സനിക്കം, എസ്കുലസ് ആൻഡ് എ ഫ്യൂ അതർ റെമഡീസ്. ഫോസ്ഫറസ്, ഫെറം, ആഴ്സനിക്കം, എസ്കുലസ് ഇതെല്ലാം എന്തെങ്കിലും ആഹാരം കഴിച്ചു കഴിഞ്ഞ്, അല്ലെങ്കിൽ ഫോസ്ഫറസ് നമ്മൾ തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട്, അത് പുളിക്കുന്നു, വെള്ളമാണെങ്കിൽ ചൂടാകുന്നു, ഛർദ്ദിച്ചു പോകുന്നു. എസ്കുലസ് ഹാസ് ഓൾസോ എ സ്റ്റേറ്റ് ഓഫ് കഞ്ചഷൻ ആൻഡ് അൾസറേഷൻ ഓഫ് ദ സ്റ്റൊമക്ക്. വയറിൽ കഞ്ചഷന് പൊതുവെ ഉള്ളതാണ്, കൂടാതെ വയറ്റിൽ വ്രണങ്ങൾ വരുന്ന അവസ്ഥയുണ്ട് എസ്കുലസിന്. ഇനി കൊട്ടേഷനാണ്. കോൺസ്റ്റന്റ് ഡിസ്ട്രസ് ആൻഡ് ബേണിംഗ് ഇൻ ദ സ്റ്റൊമക്ക്. വയറ്റിൽ വല്ലാത്ത വിഷമം, വല്ലാത്ത പൊള്ളല്, ഇൻക്ലിനേഷൻ ടു വൊമിറ്റ്, ഛർദ്ദിക്കാനുള്ള തോന്നല്, അതൊരു കൊട്ടേഷനാണ്. സച്ച് എ സ്റ്റേറ്റ് ആസ് ദിസ് മൈറ്റ് ബി പ്രസന്റ് ഇൻ അൾസറേഷൻ ഓഫ് ദ സ്റ്റൊമക്ക്. ഇങ്ങനെ അവസ്ഥ വരുന്നത് വയറിൽ വ്രണങ്ങൾ, കുടൽപുണ്ണ, വയറ്റിലെ പുണ്ണെന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അത്തരം അവസ്ഥകളിലും എസ്കുലസ് റോളുണ്ട്. നിരവധി വർഷങ്ങൾക്കുണ്ട് എസ്കുലസും. ചിന്തിക്കുക എപ്പോഴാണ് അതിൻ്റെ ജനറൽ കണ്ടീഷൻസ് എഗ്രി ചെയ്യുമ്പോൾ. അപ്പോൾ എത്രയോ വിലപ്പെട്ട അറിവുകളാണ് എസ്കുലസിനെ കുറിച്ച് മാത്രമല്ല, നിരവധി ഔഷധങ്ങളെക്കുറിച്ച്. കമ്പാരിസൺ, വാസ്തവത്തിൽ ഈ കമ്പാരിസനാണ് ഹോമിയോപ്പതിയുടെ തന്നെ, ഹോമിയോപ്പതിയുടെ കറക്റ്റ് പ്രിസ്ക്രിപ്ഷൻ്റെ ജീവൻ കമ്പാരിസനാണെന്ന് പറയാം. ഇപ്പോൾ വെറുതെ കേസ് പഠിച്ച് റിപ്പർട്ടൈസ് ചെയ്തുകൊണ്ട് കൃത്യമായ ഔഷധത്തിലേക്ക് എത്തണമെന്നില്ല. 2-3 ഔഷധങ്ങൾ കാണിക്കും. അങ്ങനെ വരാൻ നേരത്ത് ചിലപ്പോൾ അത് തന്നെ ആവണമെന്നില്ല. അപ്പോഴേക്കും നിങ്ങൾക്ക് ഇത്തരം ഈ കമ്പാരിസൺസ്, ഈ ഔഷധങ്ങൾക്കിടയിലൂടെയുള്ള ഒരു അദൃശ്യമായൊരു ബന്ധം, ആ ഒരു ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ സൾഫറിലേക്ക് എത്തുന്നതിന് ഈ ചില ബന്ധങ്ങളും എസ്കുലസിൽ നിന്നും പൾസാറ്റിൽ നിന്നും കിട്ടുന്ന ചില അറിവുകളും എന്നെ സഹായിച്ചിട്ടുണ്ട്. ഈ ചൂടിനോടുള്ള സെൻസിറ്റിവിറ്റിയെക്കുറിച്ച് ഇവിടെ തന്നിരിക്കുന്നൊരു അറിവ് എനിക്ക് പ്രശ്നമുള്ളതാണ്. എനിക്ക് ആൻറ്റി റാബിസ് വാക്സിനേഷൻ പട്ടി കടിക്കാതെ തന്നെ, നായക പേ ഉണ്ടാവില്ലെന്ന് തന്നെ ഉറപ്പില്ല, കടിക്കാതെ തന്നെ വാക്സിനേഷൻ എടുക്കേണ്ടി വന്നു. 1985 അതിനുശേഷമാണ് എൻ്റെ ശരീരത്തിൽ വല്ലാതെ ഉഷ്ണം വർദ്ധിച്ചത്. അതിൻ്റെ കാരണങ്ങൾ തിരക്കി നിരവധി പേരോട്, പല സിസ്റ്റത്തിലുള്ളവരോട് ചോദിച്ചു, പലർക്കും അറിയില്ല. കൃത്യമായിട്ടൊരു മറുപടി എനിക്ക് കിട്ടിയത് ഈ എസ്കുലസിൽ നിന്നാണ്. പഴയ ആൻറ്റി റാബിസ് വാക്സിനേഷൻ, ഈ പൊക്കിളിന് ചുറ്റും 10 കുത്തിവയ്പ്പുകൾ എടുക്കുന്ന ആ വാക്സിനേഷൻ, അതുകൊണ്ടാണ് പ്രശ്നം. നിരവധി പേർക്കതുണ്ട്, ഉഷ്ണം, വല്ലാതെ ഉഷ്ണം വരുന്നു. എന്താണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത്? മറുപടി അവിടെ എനിക്കിത് ചോദിക്കുന്ന ഔഷധമല്ല, പക്ഷേ ഇതിൽ പറയുന്ന ത്രെഡ്, പൾസാറ്റിലേക്ക് നീളുന്ന ത്രെഡ്, ഇവിടെ സൾഫറിനെ കുറിച്ച് പറയുന്നില്ല, പക്ഷേ പൾസാറ്റിൽ നോക്കുമ്പോഴേക്കും അവിടെ സൾഫറും ലൈക്കോപോഡിയൊക്കെ അവിടെ വരും. ലൈക്കോപോഡിയം ട്രയോയിൽ വരുന്നൊരു സാധനമാണ് ലൈക്കോപോഡിയം സൾഫറും. ഞാൻ ഈ ഒരു അദൃശ്യമായ ഒരു നൂല്, ഹോമിയോപ്പതിക്ക് ഔഷധ വിജ്ഞാനീയത്തിലൂടെ ഈ കടന്നു പോകുന്ന കെൻഡ്
നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്ന, അല്ലെങ്കിൽ അദൃശ്യമായി കിടക്കുന്ന ആ ഒരു ത്രെഡ്, ആ ഒരു നൂല്, ആ നൂലിലൂടെ പിടിച്ചു കയറി നമ്മൾ കൃത്യമായുള്ള ഔഷധത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ഇതൊന്നല്ല, നിരവധി ഔഷധങ്ങൾ, നമ്മൾ നിരവധി കമ്പാരിസൺസ് നമ്മൾ കണ്ടു. ഇത്തരം മനോഹരമായ കമ്പാരിസൺസ് മറ്റു പുസ്തകങ്ങളിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഓരോ ഔഷധങ്ങളിൽ നമ്മൾ പിടിച്ചു കയറി പല പല ഔഷധങ്ങളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള നിരവധി അറിവുകൾ വീണ്ടും വരുന്നുണ്ട്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.